നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഹബി ജലജോട് പറഞ്ഞു, അമ്മേ, നേരം വെളുക്കുമ്പം തന്നെ കൊണ്ടുപോയി ലോക്കറി വെച്ചോണത് ഒരു കാരണവശാലും ഈ വീട്ടിലുള്ളവരൊന്നും അറിയാൻ പാടില്ലെന്ന് പറയാം. അതൊക്കെ എനിക്ക് അറിയാടാ മോനെ. ഏ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് കൈകാര്യം ചെയ്താളെന്ന് പറഞ്ഞു. ഇനിയിപ്പം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മിക്കവാറും പോകുമായിരിക്കും. അതുകൊണ്ടല്ലേ അവരിതിനായിട്ടും വരാത്തെ. അങ്ങനെയാണ് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പുറത്തൊരു കാറിന്റെ ഹോണടി ശബ്ദം കേട്ടു. അവരാ വന്നേന്ന് തോന്നിയെന്ന് പറയണം. ജലജയ്ക്ക് ആകപ്പാടെ നിരാശയായി പോയി. അങ്ങനെ ജലജ കഥ തുറന്നു കഴിയുമ്പോഴത്തേനും ദേവേനയും നയനയും ചേനും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ ചോദിച്ചു, എങ്ങനെയായി ഏട്ടത്തി കാര്യങ്ങളൊക്കെ? അതെ, ഇപ്പൊ നയനമോൾക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പ്രശ്നമൊന്നും ഇല്ലേ? അപ്പോഴേക്കും ജയൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ വേദനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ കൊടുത്തു. ഓഹ്, എന്നാലും ഏടത്തി ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തേക്കാൻ മേലായിരുന്നോ? ജയൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു, വേണമെങ്കിൽ ചെയ്യാന്നാ പറഞ്ഞുള്ളൂ. ദേവേന പറഞ്ഞു, അതെ, ഇവൾക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഏട്ടത്തി മനപ്രയാസമാ നയനയ്ക്ക്. ആദർശനെ കാണാത്തോണ്ടുള്ള മനപ്രയാസമേ. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അഭി പറഞ്ഞു, അത് ശരിയാ, എന്ത് ചെയ്യാൻ പറ്റും, അതും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. ദേവേനി പറഞ്ഞു, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, വാ മോളെ മുറിയിലേക്ക് കൊണ്ടേക്കാന്ന് പറഞ്ഞ് നയനയെ കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോയി. അപ്പോഴേക്കും ജയനോട് അഭിയോജിച്ചു, അല്ലമ്മാവാ, ആദർശേട്ടന് ഒരു 3 മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ട വരുമായിരിക്കും അല്ലേ? ജയൻ പറഞ്ഞു, 3 മാസം ഇച്ചിരി കുറവാ, അതിൽ കൂടുതലാവുമെന്ന് എനിക്ക് തോന്നേ. അല്ല, മുത്തശ്ശന്റെ സ്വാധീനം ഉപയോഗിച്ചിറക്കാൻ പറ്റുമോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അബി. അച്ഛന്റെ സ്വാധീനം ഒന്നും അവിടെ വില പോവില്ല. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റില്ല. ഗൾഫിലെ ജയിലിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ജയനും അങ്ങോട്ട് കയറിപ്പോയി. അബിക്കും ജലജയ്ക്കും തുള്ളിച്ചാടാൻ തോന്നി. അപ്പോഴേക്കും അബി പറഞ്ഞു, കണ്ടില്ലേമ്മേ പറഞ്ഞത്. അല്ലടാ, അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ എന്താ? എന്റെ അമ്മേ, അവിടെ അങ്ങനെയൊന്നും അല്ല, അറിയാലോ. അവനെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമെന്ന് പറയാണ്. ഇത് കേട്ടതും ജലജ പറഞ്ഞു, രക്ഷപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അവൻ അകത്ത് തന്നെ കിടക്കട്ടെ. അപ്പോഴേക്കും അഭി പറഞ്ഞു, അല്ലമ്മേ, അവളുടെ ഭർത്താവിനെ കാണാതെ പ്രസവിക്കും, കണ്ടു, എന്നാലും അവന് ജയിലിൽ നിന്ന് വരത്തില്ല. ആ ഒരു വേദനയോട് കൂടിയിട്ടായിരിക്കും അവൾ പ്രസവിക്കുന്നത്. ജലജ പറഞ്ഞു, നീ എന്ത് വർത്താനാണ് പറയണേ? അങ്ങനെ പറയലടാ അബി. അവള് പ്രസവിക്കരുത്, അവളുടെ കുഞ്ഞ് നേരത്തെ തന്നെ പോണം, ഒരു കാരണവശാലും അവള് പ്രസവിക്കരുത്. അങ്ങനെ വേണം സംഭവിക്കാനായിട്ട് എന്നൊക്കെ ജലജ പറയണം. അബി പറഞ്ഞു, അതും അമ്മ പറഞ്ഞത് ശരിയായിട്ടൊരു കാര്യമെന്ന്. പിന്നീട് നയനയും കൊണ്ട് ദേവേനയും ആദർശം കൂടെ മുറിയിലേക്ക്, ദേവേനയും ജയനും കൂടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയം ആദർശം ചോദിച്ചു, എങ്ങനെയുണ്ട് അമ്മേന്ന് ചോദിക്കുക. ഇപ്പൊ അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലടാ. ജയൻ പറഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ, കുഴപ്പമൊന്നും ഇല്ലാന്ന്. പിന്നെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, എടാ, ഇനി പുറത്തു പോയാലും മോൾക്ക് പുറത്തെ ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇല്ല, എന്നാ ശരി, ഞങ്ങൾ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോയി. അപ്പോഴേക്കും കഥ കടച്ചിട്ട് നയനെ അങ്ങോട്ട് വരുവാണ്. നയനെ ചേർത്ത് പിടിച്ച് ആദർശം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നയനോട് പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ പുറത്തു പോയാലും പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കണ്ട, നിനക്ക് പുറത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു, ഈ സമയമല്ലേന്ന് ചോദിച്ചു. നയന പറഞ്ഞു, അതേന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ, നീ പോയതിന് ശേഷം ഇവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ്. സംഭവ വികാസങ്ങളോ? അതെന്താ ആദർശേട്ടാ? നീ ഒരു കാര്യം ചെയ്യാ, പോയിട്ട് ആ ഷെൽഫ് ഒന്ന് തുറന്നു നോക്ക്. അത് കേട്ടതും നയന എന്തിന്? അല്ല, നിന്റെ ജ്വല്ലറി ബോക്സ് ഇരിക്കുന്ന അതൊക്കെ ഒന്ന് തുറന്നു നോക്ക, ആ ഷെൽഫ് തുറന്നിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ പറയണം. അങ്ങനെ നയന പോയി തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ ജ്വല്ലറി ബോക്സിനകത്ത് ആ വില പിടിച്ച ആ നെക്ലേസ് കാണുന്നില്ല. അത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ്. വസ്തുന മുത്തശ്ശി ദേവേനിക്ക് കൊടുത്തു. ദേവേനി അത് നയനയ്ക്ക് കൊടുത്തു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കാണുന്നില്ല. നയനയ്ക്ക് ടെൻഷനായി. നയന പെട്ടെന്ന് വന്ന് ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ, എന്റെ നെക്ലേസ് കാണുന്നില്ല എന്ന് പറയണം. അതാ. അല്ല, അതെന്തിയെ, എവിടെ പോയെന്ന് എനിക്ക് അറിയില്ലോ എന്ന് പറയണം. അതിപ്പോ അപ്പച്ചിയുടെ കയ്യിലുണ്ടെന്ന് പറയണ. അപ്പച്ചിയുടെ കയ്യിലോ? അതെങ്ങനെ വന്നു അപ്പച്ചിയുടെ കയ്യില്? നീ പോയതിന് ശേഷം അപ്പച്ചി അബിയും കൂടെ മുറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടത് നവ്യ പറഞ്ഞു, ഞാൻ സാധാരണ എവിടെയെങ്കിലും പുറത്തു പോണ സമയത്ത് മുറി പൂട്ടിയിട്ടാ പോകുന്നത്. ആദർശം നിന്ന് പൂട്ടിയില്ലല്ലോ, ധൃതിക്ക് പോയതല്ലേ? അതെ. അതുകൊണ്ട് എന്തായി, അവരകത്ത് കയറി അത് അടിച്ചു മാറ്റുകയും ചെയ്തു. പിന്നെ അവരുടെ സംസാരമൊക്കെ കേട്ടു. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവര് സന്തോഷിച്ച് അങ്ങനെ സന്തോഷിച്ച് അങ്ങോട്ട് നടക്കുവാന്ന് പറയണം. അത് കേട്ടപ്പം നയന പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെ, അതൊക്കെ നമുക്ക് പിടികൂടാം. പക്ഷെ അതിനകത്തുനിന്ന് വേറെന്തെങ്കിലും പോയിട്ടുണ്ടോന്ന് അറിയത്തില്ലോ, വല്ല കമ്മലോ മോതിരോ അങ്ങനെ എന്തേലും. അപ്പോഴേക്കും നയന പറഞ്ഞു, അങ്ങനെ എന്തേലും പോയിട്ടുണ്ടോ എനിക്കറിയാന്ന് പറയണം. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, ഈ ജ്വല്ലറി ഒക്കെ കൊണ്ടുപോയി ലോക്കറിൽ കൊണ്ടുപോയി വെക്കണ്ടായിരുന്നോ? ഇവിടെ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ആദർശേട്ടാ, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്നും ജ്വല്ലറി കൊണ്ടുപോയി വെക്കില്ലെന്ന്
അമ്മയൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് മാത്രം അവിടെ കൊണ്ടുപോയി വെക്കാതിരുന്നേ, വീട്ടിൽ വെച്ചേന്ന് പറയണം. ഇനി കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ലോക്കർ കൊണ്ടുപോയി വെക്കാന്ന് പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെങ്കിൽ വീട്ടിൽ തന്നെ വെക്കണ്ടാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേങ്കിൽ അപ്പച്ചിയുടെ മേലേക്ക് എപ്പോഴും ഒരു കണ്ണ് വേണം. അറിയാലോ, ഇപ്പൊ തന്നെ കണ്ടില്ല എങ്ങനെയാ കാണിച്ചത്. ആ സമയം നയന പറഞ്ഞു, ഇതിനു മുമ്പ് അപ്പച്ചി മാലയൊക്കെ അടിച്ചു മാറ്റി എൻ്റെ അമ്മയുടെ ഭാഗത്ത് കൊണ്ടേ വെച്ചതാ. അതൊക്കെ കള്ളത്തര സാധനം പിടികൂടിയതാ. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതൊക്കെ അന്നേ പൊളിക്കണമായിരുന്നു. അതുകൊണ്ട് അവർക്ക് വീണ്ടും ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നേ. കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അതൊക്കെ മൂടി വെക്കും. ആ മൂടി വെക്കുമ്പോൾ അവർക്ക് അത് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, നമുക്കിപ്പോൾ കിടക്കാന്ന് പറയണം. അങ്ങനെ നയനെ ആദർശം കൊണ്ട് കിടക്കുന്ന സമയത്ത് ആദർശം പറഞ്ഞു, എന്ത് ചെയ്യാനാ, അപ്പച്ചിയുടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. കുഞ്ഞുനാളിൽ തൊട്ട് എടുത്ത് വളർത്തിയതല്ലേ. ആ വളർത്തുന്ന സമയത്ത് അമ്മയും അച്ഛനും ഇല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കൊടുത്താണ്, ലാളിച്ചാണ് അപ്പച്ചി ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയെ കൊണ്ടാടുന്നേ. അതുകൊണ്ടുള്ള പ്രശ്നം ഏതൊക്കെ. അന്ന് അത്ര സ്നേഹം കൊടുത്തെങ്കിലും അതിന്റെ തിരിച്ചൊരു നന്ദിയും കടപ്പാടൊന്നും ഈ പറയുന്ന അപ്പച്ചിക്കോ ഈ കുടുംബത്തോടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് അബി. നയന പറഞ്ഞു, സാരമില്ല ആദർശേട്ടാ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പിന്നീട് പിറ്റേ ദിവസമായി പതിവ് പോലെ തന്നെ നയന രാവിലെ പൂജാമുറി കയറി. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയും ജാനിയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനോട് പറഞ്ഞു, അമ്മ പോയി അബിയും അപ്പച്ചിയും കൂടെ വിളിച്ചോണ്ട് വരാൻ പറയണം. എന്തിനാ മോളെ, അതൊക്കെ വന്ന് പറയാം, അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോവാ, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. അമ്മയ്ക്ക് അറിയാലോ അവരുടെ കാര്യം, ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, അല്ല എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, എന്തോ ഒരു കാര്യം പറഞ്ഞ് ജലജ ഏട്ടത്തി പിടിച്ചു നിർത്തിയിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സത്യം പറ എന്ന് പറയണം. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതെ, ചില കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അവൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത് പക്ഷെ ഞാൻ ഇപ്പൊ പറയില്ലായിരുന്നു. എൻ്റെ മരുമോളുണ്ടല്ലോ ഗർഭിണിയ, ആ സമയത്ത് അവളുടെ മനസ്സിനെ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ നടന്നത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് അങ്ങോട്ട് സഹിച്ചില്ല. അപ്പൊ അവളുടെ മോൻ ചെയ്ത ചില സത്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അതോടുകൂടി അവളുടെ പത്തി താണു. ഇനി അവള് പത്തി ഉയർത്തി കിടന്ന് ആടാനാണെങ്കിൽ നവ്യയോട് ഞാൻ ആ കാര്യങ്ങൾ അങ്ങോട്ട് പറയും, അതോടുകൂടി അവളുടെ അഹങ്കാരം തീരുമെന്ന് പറയാണ്. ജാനകി പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ മനസ്സിൽ, എന്ത് കാര്യം ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അമ്മ ഒരു കാര്യം ചെയ്യുക, പോയി വിളിച്ചോണ്ട് പോവാന്ന് പറയണം. ഞാൻ ചിലപ്പോൾ വിളിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ വന്നെന്ന് വരത്തില്ല, അമ്മയാകും വരുമെന്ന് പറയണം. അങ്ങനെ ദേവേനെ അവരെ വിളിക്കാണ്ട് അങ്ങോട്ട് പോയി. ആ സമയം ജാനകി പറഞ്ഞു, അല്ല ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അറിയാത്തില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് കേട്ടത് നയന പറഞ്ഞു, അതേ ഇളയമ്മേ, അതുപോലെ ഒരു കള്ളത്തരം പൊളിച്ചെടുക്കാനായിട്ടാണ് ഇപ്പൊ പോകുന്നേ, ഇളയമ്മ കണ്ടു എന്നൊക്കെ നയന ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നയനയും ജാനയും കൂടെ ഹാളിലേക്ക് പോയി നിൽക്കുകയാണ് അവരെ കാത്ത്. ഇതേ സമയം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഭയങ്കര ഒരുക്കമാണ് ജലജ. ആ സമയം ദേവേനെ അങ്ങോട്ട് കയറിച്ചെന്നു. ദേവേനെ എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ മകനെയും കൂട്ടി താഴേക്ക് ഇറങ്ങി വരാൻ പറയണം. എന്താ എടുത്തി, വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ ഇല്ലോ എന്നൊക്കെ താഴെ വന്നിട്ട് പറയാം. അയ്യോ എടുത്തി, അവൻ എന്തേലും വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയ അവനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല എന്ന് പറയണം. അതൊക്കെ പറയാം. നീ നിന്റെ മോനും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. നിന്റെ മോൻ ചെയ്ത കുറ്റം അതിപ്പോഴും എൻ്റെ മോനെ ഏറ്റെടുത്തിരിക്കുക. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഏട്ടത്തി. അതിപ്പം അതവനെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഏട്ടത്തിക്ക് അറിയാലോ, എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ. അതുകൊണ്ടാ. മര്യാദയാണ് മര്യാദ. പക്ഷെ എൻ്റെ ആദർശം ജയിലിലാന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ? ചിലജ പറഞ്ഞ സന്തോഷമോ? ആർക്ക്? ഞങ്ങൾക്കൊരു സന്തോഷമല്ലേ ഏട്ടത്തി. ആദർശം എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പറഞ്ഞതാ ഞങ്ങളുടെ ആഗ്രഹം. അതൊക്കെ നീ പറയുന്നതല്ലേ. നിന്റെ മോന്റെ മനസ്സിരിപ്പൊക്കെ നന്നായിട്ടറിയാം. എടി, അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് പോലും അവൻ ഇപ്പോഴും ഒരു കൂസലും ഇല്ല. അവൻ അഹങ്കാരം കാണിച്ചോണ്ടാ നടക്കുന്നേ. എന്താണെങ്കിലും താഴേക്ക് വരാൻ നോക്ക്. ജലജയ്ക്ക് ഭയങ്കര ടെൻഷനായി. ജലജ പറഞ്ഞു, അല്ലേലും ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അവസാനം എൻ്റെ മോന്റെ തലയിലല്ലേ വരുള്ളൂ. എടി, നീ നിന്റെ മോനും ചെയ്ത് കൂട്ടുന്നതിനൊക്കെ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, അറിയാലോ. ഇനി കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളും ചോദിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്പിയോടുള്ള സത്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് തുറന്നു പറയൂന്നൊക്കെ പറഞ്ഞു. ജലജ ആകെപ്പാടെ പെട്ടുപോയി. പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയും ജാനകിയും നയനയൊക്കെ ഹാള് നിൽക്കുകയാണ്. അപ്പോഴേക്കും അബിയും ജലജയും കൂടെ ഇറങ്ങി വന്നു. ആ സമയത്ത് ദേവേനി നയനയൊന്ന് നോക്കി. അപ്പോഴേക്കും ജലജ ചോദിച്ചു, അല്ലെ എന്തിനാ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞേ? നയന പറഞ്ഞു, അതെ, ഈ വീട്ടില് പാരമ്പര്യമായിട്ട് കൈവന്ന ഒരു സാധനമായിരുന്നു, ഒരു നെക്ലേസ്. മുത്തശ്ശി അത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് എനിക്ക് തന്നു. ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ അത് ഇന്നലെ മുതൽ കാണുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചും ചോദിക്കാൻ വേണ്ടിയിട്ടാ. പെട്ടെന്ന് അഭി ചോദിച്ചു, അല്ല ഇത് കാണുന്നില്ല ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താവാനാ?
എടുത്തി മുറി പോയി ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാൻ പറയണം. മുറിയിലൊക്കെ നോക്കി അവിടെയൊന്നും ഇല്ലാന്ന് പറയണം. ജലജ പറഞ്ഞു, അതിപ്പം ഞങ്ങളെ വിളിച്ചെന്തിനാ ചോദ്യം ചെയ്തേ? അതെ, ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളായിരിക്കും, നിങ്ങൾ അറിയാതെ ഒരിടത്തും പോകത്തില്ലെന്ന് പറയണം. ജാനകി പറഞ്ഞു, അത് ശരിയാ. ജലജ പറഞ്ഞു, ഇതേ ജാനകി, ഇവരോടൊപ്പം ചേർന്ന് നീ വെറുതെ കുറ്റപ്പെടുത്താൻ നിന്നാണ്ടല്ലോ. അതെ, കുറ്റപ്പെടുത്തിയതല്ല, ഉള്ള കാര്യം പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അറിയാതെ ഒരിടത്തും പോകത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ അതിനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയരുത്. എന്തിനാ കള്ളത്തരം പറയണേ? അഭി പറഞ്ഞു, എന്റെ ഏട്ടത്തി, ഞാൻ മുമ്പ് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇപ്പൊ ഞാൻ ഡീസന്റ് ആന്ന് പറയണം. ജലജ പറഞ്ഞു, അല്ലെങ്കിലും നയനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവ് എന്തേലും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് സ്റ്റെയർ കേസ് ഇറങ്ങി ആദർശ് വരുന്നേ. ഉണ്ട്, തെളിവുണ്ടെന്ന് പറയണം. ആദർശിനെ കണ്ടിട്ട് ഇടിവെട്ടേറ്റ് പോയ രണ്ടുപേരും കൂടെ തല കുനിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ആദർശ് മുന്നിലേക്ക് വന്നപ്പം പിന്നെ ജലജയ്ക്കും അഭിക്ക് നിവൃത്തിയില്ലല്ലോ. ജലജ ചോദിച്ചു, അല്ല ഇതെപ്പോഴാ ആദർശ നീ വന്നേന്ന് ചോദിക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നായനെ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞങ്ങളത് കണ്ടിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെ, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വെറുതെ കള്ളമാണല്ലോ എന്ന് പറയണം. ആ സമയം ജാനകി ചോദിച്ചു, അല്ല ആദർശ് ഇവിടെ ഉണ്ടായിരുന്നോ? ആദർശിനെ കണ്ടതേ ഇല്ല. ദേവേനെ പറഞ്ഞ് 2-3 ദിവസമായി വന്നിട്ട് അവൻ പുറത്തിറങ്ങിയില്ല. കാരണം ഇവിടെ ചിലരൊക്കെ സന്തോഷിക്കുമല്ലേ, അവർ നന്നായിട്ട് അങ്ങോട്ട് സന്തോഷിച്ചോട്ടെ എന്ന് കരുതി, അതുകൊണ്ട് മാത്രം ആദർശ് പുറത്തിറങ്ങാതിരുന്നേന്ന് പറഞ്ഞു. അബിക്കൊക്കെ കാരണം തടിയേറ്റ പോലെ അബിയൊക്കെ നിൽക്കുവാണ്. ആദർശ് ചോദിച്ചു, എവിടെയാണ് നെക്ലേസ്, എവിടെയാന്ന് ചോദിച്ചു. ചെറിയ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയണം. ആദർശ് പറഞ്ഞു, നിങ്ങൾ തന്നെ അതെടുത്തേ. ഇന്നലെ നിങ്ങൾ മുറിയിൽ കയറുന്ന സമയത്ത് ഞാൻ ആ മുറിയിലുണ്ടായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ രണ്ടുപേരും പരസ്പരം ഞെട്ടലോടുകൂടി നോക്കണം. അബി പറഞ്ഞു, ആദർശേട്ടാ, ഞാൻ മുറിയിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എന്താടാ നിനക്കിനി തെളിവ് വേണോ? തെളിവ് വേണം, ഞാൻ കൂടുതൽ തെളിവ് കാണിച്ചു തരാന്ന് പറയണം. അത് കേട്ടതും ഇടിവെട്ടേറ്റ പോലെ ജലജ അബിയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.